ഈ കൈകളിൽ എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഷൂട്ടിങ് ഞാനും അതും മാറി സംസാരിക്കുന്നു. ഇച്ചിരി ദൂരെ മാവുണ്ട്. അപ്പോൾ ഇതിലിട്ട് ഈ മാവേലോട്ട് ഇങ്ങനെ ഈ തോക്ക് എയിം ചെയ്യുന്നു. ഇതൊക്കെ ഞങ്ങൾക്ക് കാണാം. പെട്ടെന്ന് ഒരൊച്ചയും കേട്ടു. ഈ രാജനും വിപിൻ ദാസും കൂടെ ഓടി എൻ്റെ അടുത്തോട്ട് വന്ന് പറഞ്ഞു, ഇങ്ങോട്ടൊരു വെടി പോന്നിട്ടുണ്ടല്ലോ. ഒരു ഷർട്ട് പൊക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ബനിയൻ്റെ അടുത്തുള്ള അതിലേക്കൂടെ ബ്ലഡ് ശകലിച്ച് വരുന്നു. ഉടനെ വണ്ടി വിളിക്കുന്നു, ആറ് വരുന്നു, അത് വരുന്നു. ഒരു ഇവിടെ ആരാണ്ട് വന്ന് ഇവിടെ വന്നൊരു തോർത്തിട്ട് കെട്ടുന്നു. അന്ന് ഈവനിങ് പേപ്പറിൽ പ്രൊഡ്യൂസറെ ചുട്ടു പോട്ടാനെന്ന് പറഞ്ഞുകൊണ്ട് തമിഴിൽ ഇപ്പോഴത്തെ പല ചെറുപ്പക്കാരും പുതിയ ആർട്ടിസ്റ്റുകളാണെങ്കിലും അവർ പഴയ പേര് കേട്ട നമുക്ക് നല്ല സിനിമകൾ സമ്മാനിച്ച സംവിധായകർക്ക് ഡേറ്റ് കൊടുക്കുന്നില്ല എന്നൊരു പരാതിയുണ്ട്. അപ്പോൾ പറയും അവർ പഴയ ക്ലാസ്സാണ്. അല്ല, അങ്ങനെയൊന്നുമില്ല. ഈ മനസ്സിലുണ്ടല്ലോ ഇവരുടെയൊക്കെ ഇത്. നല്ലൊരു സ്ക്രിപ്റ്റ് കിട്ടിയാൽ അവർക്ക് അത് ചെയ്യാൻ കഴിവുള്ള ധാരാളം സാധ്യതയുണ്ട്. മമ്മൂട്ടിയോട് പറഞ്ഞിട്ടുണ്ട്, എടോ എനിക്ക് 2 ദിവസം ഷൂട്ടിംഗ് ഇല്ലാതിരുന്നു കഴിഞ്ഞാൽ വലിയ പാടാണ്, അപ്പോൾ അടുത്ത് ചെയ്യണം. കാരണം അതൊരു ത്വരയാണ്. അതായത് ഇതാണ് ഒരു കലാകാരൻ. കലാകാരന് റിട്ടയർമെൻ്റ് ഇല്ല. എൻ്റെ ജ്യേഷ്ഠന് ഷുഗറിൻ്റെയൊക്കെ അസുഖമൊക്കെ വന്ന് ജോസ് പ്രകാശിൻ്റെ ഒരു കാല് മുറിച്ച് കളഞ്ഞു. അപ്പോൾ ഓരോ പ്രാവശ്യം പുള്ളിയെ കാണാൻ ചെല്ലുമ്പോൾ പുള്ളിക്ക് വിഷമമാണ്. പുള്ളിയുടെ കണ്ണൊക്കെ നിറയും. ഇങ്ങനെ എൻ്റെ കൈ പിടിച്ചിട്ട് ചോദിച്ചു, എടാ എന്നെ ഇനി ആരും സിനിമയിൽ അഭിനയിക്കാൻ വിളിക്കുകയായിരിക്കും അല്ലേ? എനിക്കത് അതൊരു ഭയങ്കര വിഷമമുള്ളൊരു ചോദ്യമാണ്. 350 സിനിമയിൽ അഭിനയിച്ച എൻ്റെ ജ്യേഷ്ഠൻ ചോദിക്കുകയാണ്, എന്നെ ഇനി ആരും സിനിമയിൽ അഭിനയിക്കുക? ഞാൻ ചോദിച്ചാൽ എന്നാ, എടാ എനിക്കൊരു കാലില്ലല്ലോ, നീ എന്നെ അങ്ങനെ വിളിക്കുമോ? ഈ കൈകളിൽ എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഷൂട്ടിങ് മദ്രാസിൽ നടക്കുകയാണ്. കെ മധുവാണ് സംവിധായകൻ. നമ്മുടെ നടി അംബിക രാധായുടെയൊക്കെ ഒരു സ്റ്റുഡിയോ ഉണ്ട് ഇവിടെ വത്സരവാക്കത്ത് മദ്രാസിൽ. വിപിൻ ദാസാണ് ക്യാമറാമാൻ. അപ്പം അന്ന് എടുക്കുന്ന സീനെന്ന് പറയുന്ന ഒരു പോലീസ് സ്റ്റേഷൻ്റെ ഭാഗം എടുക്കുകയാണ്. അപ്പോൾ അവിടെ നമ്മൾ ഈ ഷൂട്ടിങ് ചെയ്യുന്ന സ്ഥലത്തൊക്കെ ചില കച്ചവടക്കാർ വരും. ചിലർ ഈ ഭക്ഷണ സാധനങ്ങളാണ് കൊണ്ടുവരുന്നത്, അച്ചാറുകൾ. ചില ഈ പെർഫ്യൂംസ് ഒക്കെ കൊണ്ടുവരിക. അവിടെ എല്ലാവരും ആർട്ടിസ്റ്റുകൾ മേടിക്കും, എല്ലാം മേടിക്കും. അങ്ങനെ കൊണ്ടുവന്ന കൂട്ടത്തിൽ ഒരാൾ കൊണ്ടുവന്നത് ഒരു ഡയാന എന്ന പേരുള്ള ഒരു തോക്കാണ്. അത് ഈ പക്ഷികളെ വെടിവെക്കുന്ന തോക്കാണ്. അത് വില കൂടിയതാണ്, ജർമ്മനാണ്. അപ്പോൾ ഇത് കൊണ്ടുവന്ന് എല്ലാവരും ഒക്കെ നോക്കുന്നുണ്ട്. ഞാനും ഇത് കണ്ടു. അപ്പോൾ കെ മധു ഉണ്ട്, കണ്ടു. അപ്പം വിപിൻ ദാസ് ഉണ്ട്. വിപിൻ ദാസ് ഈ പറഞ്ഞ പോലെ ഇങ്ങനെയുള്ള സാധനങ്ങൾ വലിയ ക്രൈസാണ്. സാധനങ്ങളൊക്കെ വരുന്ന നോക്കുക, മേടിക്കാൻ. ഞാനും മധുവും അപ്പോൾ ഇത് ഇൻ്റർവെൽ സമയം, അതായത് ഒരു ഗ്യാപ്പ്, ഒരു പിന്നെ ഉച്ചയായ സമയത്ത്, ഭക്ഷണ സമയത്താണ്. ഞാനും മധുവും മാറി സംസാരിക്കുന്നു. ഇച്ചിരി ദൂരെ എം.ആർ. രാജൻ എന്ന് പറയുന്ന വെള്ളത്തിൻ്റെയും കൂടെ പ്രൊഡ്യൂസറാണ്. അങ്ങേര് ഞങ്ങളുടെ സഹായിയായിട്ട് ഈ പടത്തിനുണ്ട്. പുള്ളി ഈ പറഞ്ഞ പോലെ അവിടെ ഒരു മാവുണ്ട്. അപ്പോൾ ഇതിലിട്ട് ഈ മാവേലോട്ട് ഇങ്ങനെ ഈ തോക്ക് എയിം ചെയ്യുന്നു. ഇതൊക്കെ ഞങ്ങൾക്ക് കാണാം. അത് കഴിഞ്ഞ് പുള്ളി തോക്ക് താത്തു. പെട്ടെന്ന് ഒരൊച്ചയും കേട്ടു. ഓടി രാജനും വിപിൻ ദാസും കൂടെ ഓടി എൻ്റെ അടുത്തോട്ട് വന്ന് പറഞ്ഞു, ഇങ്ങോട്ടൊരു വെടി ഒരു ഇത് വന്ന് ഇങ്ങോട്ട് പോന്നിട്ടുണ്ടല്ലോ. ഒരു ഇത്. ഞാൻ പറഞ്ഞു, എവിടെ? എനിക്ക് സാറേ ഇവിടെ ഇങ്ങോട്ട് നോക്കുമ്പോൾ എൻ്റെ ഷർട്ടിൻ്റെ ഇവിടെ തുളഞ്ഞിട്ടുണ്ട്. ശൈലേക്ക് കുറച്ച് പുക വരുന്നുണ്ട്. എൻ്റെ ജീവൻ എടുത്തു പോയി. തോക്ക് വെടി കൊള്ളുക എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ ഉടനെ ഷർട്ട് പൊക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ബനിയൻ്റെ അടുത്തുള്ള അതിലേക്കൂടെ ബ്ലഡ് ശകലിച്ച് വരുന്നു. എന്താണ് മനസ്സിൽ പോകുന്നതെന്ന് അറിയാൻ മേല. ഈ രാജൻ പെട്ടെന്ന് ബോധം കെട്ട് അവിടെ അങ്ങ് വീണു. ബോധം കെട്ട് വീണു. ഈ ഉടനെ വണ്ടി വിളിക്കുന്നു, ആറ് വരുന്നു, അത് വരുന്നു. ഒരു ഇവിടെ ആരാണ്ട് വന്ന് ഇവിടെ വന്നൊരു തോർത്തിട്ട് കെട്ടുന്നു. ഒരു അംബാസഡർ കാറ് അതിൽ വെച്ച് കയറ്റി ലൈറ്റും ഒക്കെ ഇട്ട്, പകൽ സമയമല്ലേ, ലൈറ്റൊക്കെ ഇട്ട് അടിച്ചു വിട്ട് പോവുക. ഞാൻ പുറയിൽ ഇരിപ്പുണ്ട്. ഒരു തോർത്തും കെട്ടി വിപിൻ ദാസ് ഉണ്ട്, കെ മധു ഉണ്ട്, ഈ എം.ആർ. രാജൻ അവിടെ, അയാൾ അവിടെ ബോധം കെട്ട് കിടക്കുകയാണ്. അതാരും നോക്കി എന്നുള്ള പിന്നീട് അറിയുന്നു. ഇയാൾ പേടിച്ചിട്ടാണ് ബോധം കെട്ട് പോയത്. ഇങ്ങനെ ഞാൻ തട്ടിപ്പോയെങ്കിലോ എന്നുള്ള വിചാരമല്ലേ.
ഇങ്ങനെ പോയി വണ്ടി വിട്ട് പോകുമ്പോൾ എനിക്ക് AVM സ്റ്റുഡിയോയുടെ അവിടെ ആയപ്പോഴത്തേനും വണ്ടി ഒന്ന് പതുക്കെ സ്ലോ ഡൗൺ ചെയ്യണം ഫ്രണ്ടിൽ ഏതോ. അപ്പം നടൻ ദേവൻ അവിടെ ഫ്രണ്ടിൽ നിൽപ്പുണ്ട്. അപ്പം ഇങ്ങനെ ഈ വണ്ടി ലൈറ്റ് വിട്ടിരിക്കുന്നു. ഈ വണ്ടിയിലിരുന്നവർ ഇങ്ങനെ എന്തോ കൈ കാണിച്ച് എന്നെ പുള്ളി കണ്ടു. തൊട്ടടുത്തുള്ള വിജയ ഹോസ്പിറ്റലിൽ എന്നെ അഡ്മിറ്റാക്കി. അവിടെ ചെന്നപ്പോഴത്തേനും അവിടുത്തെ മെയിൻ ഡോക്ടറില്ല. അവിടെ ഈ പഠിക്കുന്ന അപ്രൻറ്റിസ് ഡോക്ടേഴ്സൊക്കെ ഉള്ളൂ. അപ്പോൾ അവർ നോക്കി ഇങ്ങനെയൊക്കെ നോക്കി ഇപ്പം മറ്റേ ഡോക്ടർ വരും. എനിക്കാണെങ്കിൽ പോക്കാവുമായിരിക്കും. നമ്മൾ ആ വഴി പോകും. വെടിയുണ്ടതല്ലേ, വെടിയുണ്ടെന്നും പിന്നെ ആരും ജീവിച്ചിരിപ്പില്ലേ. ഈ സമയത്ത് ദേവൻ വന്നു. എന്ത് പറ്റി ചേട്ടാ, ഇതെന്നാന്നൊക്കെ ചോദിച്ചു. അപ്പോൾ മറ്റേ ഡോക്ടർ വന്നു. ഡോക്ടർ വന്ന് കിടത്തി ചോദിച്ചു, ബായ്ക്കൊന്ന് കാണട്ടെന്ന് പുറകുവശം. അതോടുകൂടി എൻ്റെ ജീവൻ പോയി. കാരണം ഇത് അപ്പുറത്തോട്ട് പോകും. ഗുരുത്വത്തിന് അങ്ങനെ പോയിട്ടില്ലായിരുന്നു. എന്തായാലും ഉടനെ കയറ്റി ഓപ്പറേറ്റ് ചെയ്തു. അതിനകത്ത് വെടിയുണ്ട എടുത്ത് കളഞ്ഞു. അന്ന് ഈവനിങ് പേപ്പറിൽ പ്രൊഡ്യൂസറെ ചുട്ടു പോട്ടാനെന്നും പറഞ്ഞുകൊണ്ട് തമിഴിൽ ഭയങ്കര തമാശ അത് കേട്ടോ. അപ്പം തന്നെ ഞാൻ വീട്ടിലറിയിച്ചു. പിറ്റേ ദിവസം വൈഫ് വന്നു. പിന്നെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ അവിടെ 6 ദിവസം അവിടെ കിടന്നു. 6 ദിവസവും ഭക്ഷണം കൊണ്ട് തന്നതും പരിഹരിക്കാൻ കൂടെ സഹായിച്ചതും നമ്മുടെ അന്തരിച്ചു പോയ സുകുമാരി ചേച്ചിയാണ്. പെരുവഴിയമ്പലം മുതലുള്ള സ്നേഹബന്ധമായിരുന്നു. അതൊരിക്കലും മറക്കാൻ പറ്റിയില്ല സുകുമാരി ചേച്ചിയെ. ഞാൻ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള പല പടങ്ങളിലും സുകുമാരി ചേച്ചിയുണ്ട്. അത് പറഞ്ഞ പോലെ ഞാൻ അവസാനം എടുത്ത അയാളും ഞാനും തമ്മിൽ എന്ന് പറഞ്ഞ പടത്തിൽ പോലും അവരഭിനയിച്ചു. എന്തൊരു സ്നേഹമായിരുന്നു. ഈ പറഞ്ഞ പോലെ എനിക്ക് വേണുവിനോടും ഈ പറഞ്ഞ ഒരു ജഗതിയോടൊക്കെ ഉള്ള ആ മാനസിക അടുപ്പം പോലൊരു ഉണ്ടായിരുന്ന സ്ത്രീയാണ്. സിനിമയിലും ഞാൻ പറഞ്ഞില്ലേ, എല്ലാ നല്ല സുഹൃത്തുക്കൾ. ഇപ്പം മമ്മൂട്ടിയാണെങ്കിലും മോഹൻലാലാണെങ്കിലും. ഞാൻ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഹൈദരാബാദിൽ പോയിരുന്നു. മമ്മൂട്ടിയെ കണ്ടു. പഴയ ഓർമ്മകൾ ഒക്കെ പങ്കുവച്ചു. വളരെ സ്നേഹത്തോടെ സംസാരിക്കുന്നു. ലാലിനെ ഞങ്ങളുടെ മീറ്റിങ്ങുകൾക്കൊക്കെ കാണാറുണ്ട്. അങ്ങനെ ഇവർ എല്ലാവരുമായിട്ടൊരു അടുപ്പത്തിലാണ്. എന്ന് വെച്ചാൽ സ്നേഹബന്ധമാണ്. കാരണം എനിക്ക് അവരോടൊക്കെ കടപ്പാടുണ്ട്. അവരെയൊക്കെ നമ്മളുമൊക്കെ ഈ ഫീൽഡിൽ പ്രവർത്തിക്കുന്നതാണ്. ഇവിടെ ഈ പ്രൊഡ്യൂസർ അസോസിയേഷനിൽ 5 കൊല്ലം ഞാൻ ട്രഷററായിരുന്നു ഇവിടെ. അന്ന് ഈ രഞ്ജിത്തും അവരൊക്കെ പ്രസിഡൻറ്റും സെക്രട്ടറിയൊക്കെ. അപ്പോൾ 5 കൊല്ലം ഒരു വളരെ മാന്യമായിട്ട് നടത്തിക്കൊണ്ട് പോയ ഒരു സ്ഥാപനമാണിത്. ഇവരുടെയൊക്കെ നേതൃത്വത്തിൽ ഞാനും ആ കൂട്ടത്തിൽ ഭാഗവാക്കായി. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇതുവരെയുള്ള സിനിമാ ജീവിതം എന്ന് പറയുന്നത് എനിക്ക് സന്തോഷമാണ്. ദൈവം ഇതൊന്നും ഇത്രയൊന്നും തരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. അതിനുള്ള എല്ലാം കടപ്പാടും എനിക്ക് ജ്യേഷ്ഠൻ ജോസ് പ്രകാശിനോടാണ്. പിന്നെ ഈ സംവിധായകരും എനിക്ക് അവസരം തന്ന ധാരാളം പ്രൊഡ്യൂസേഴ്സ്, എത്രയോ പടം 10-90 പടത്തിൽ അഭിനയിച്ചു. അവരോടൊക്കെയുള്ള ഇതുണ്ട്. പിന്നെ ഉള്ളത് അഭിമാനം എന്ന് പറയുന്നത് മക്കൾ ബോബി സഞ്ജയ്. ബോബി സഞ്ജയ് ആദ്യം എഴുതുന്നത് ഒരു സീരിയലാണ്, അവസ്ഥാന്തരങ്ങൾ എന്നുള്ള സീരിയൽ. അത് ജൂഡ് അട്ടിപ്പേരി സംവിധാനം ചെയ്തു. അവസ്ഥാന്തരങ്ങൾ ഞാൻ സിനിമയാക്കാൻ വെച്ചിരുന്ന ഒരു കഥയാണ്. എൻ മോഹൻ സാറിൻ്റെ. അതൊരു നല്ല കഥാകൃത്താണ്. അത് സിനിമയാക്കാൻ പറ്റിയില്ല. അപ്പോൾ അതിന് തിരക്കഥ ഇവരാണ് എഴുതിയത്. അതിന് 7 സ്റ്റേറ്റ് അവാർഡ് കിട്ടി. അതിന് ശേഷം അവരെഴുതിയ ആദ്യ പടം ഞാൻ തന്നെ നിർമ്മിച്ചു, എൻ്റെ വീട് അപ്പുൻ്റെ. ആ പടത്തിൽ എൻ്റെ മോള് പാടിയിട്ടുണ്ട്. എനിക്ക് ബോബിയും സഞ്ജുവിനെയും കൂടാതെ ഒരു മകളും കൂടിയുണ്ട്, തങ്കം. യേശുദാസിൻ്റെ കൂടെ ഒരു പാട്ട് പാടിയിട്ടുണ്ട്. മോളിപ്പോൾ അമേരിക്കയിലാണ്. അവർ ഹസ്ബൻഡും കുട്ടികളുമായിട്ട് അവിടെയാണ്. അപ്പം ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഞാൻ എപ്പോഴും പറയാം, അവൻ്റെ ജീവിതകാലത്തിനുള്ളിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ ഒരു അനുഗ്രഹം എന്ന് പറയുന്നത് കുടുംബമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ സഹോദരങ്ങളും ഭാര്യയും മക്കളും ഒക്കെ ദൈവം തന്ന ഈ എന്താ പറഞ്ഞ ഒത്തിരി ഹെൽപ്പ് ചെയ്ത ദൈവം നമ്മളെ. അങ്ങനെ ഒരു സാധാരണ നിലയിൽ സന്തോഷമായിട്ട് ഉള്ള ഒരു ജീവിതമുണ്ട്. മക്കൾ അവർ സ്ക്രിപ്റ്റ് എഴുതുന്നു, അവരവരുടെ ജോലിയിൽ പോകുന്നു. മൂത്ത ആൾ ബോബി, നിങ്ങൾക്കറിയാം, ഡോക്ടറാണ്. ബോബിയുടെ വൈഫും ഡോക്ടറാണ്. സഞ്ജു ഈ പറഞ്ഞ പോലെ തിരക്കഥയിൽ മുഴുവൻ സമയം പ്രവർത്തിക്കുന്നു. അവൻ്റെ ഭാര്യയും ഒരു ഫ്രീലാൻസ് ജേർണലിസ്റ്റാണ്. ഇങ്ങനെ ദൈവം ഒത്തിരി അനുഗ്രഹിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ സിനിമയുടെ കാര്യം പറയുമ്പോൾ പലരും പറയുന്നുണ്ട് പഴയ പോലെയല്ല, പഴയ ബന്ധങ്ങളൊന്നുമില്ല എന്ന് പറയും. ഞാൻ എല്ലാ അർത്ഥത്തിലും അതിനോട് യോജിക്കത്തില്ല. കാലം മാറിയിട്ടുണ്ട്, പല രീതിയിലും മാറി.
ഞാൻ കൂടെവിടെ എടുക്കുമ്പോൾ 35 ലക്ഷം രൂപയാണ് അതിൻ്റെ ചിലവ്. നിങ്ങളാലോചിക്കും 35 ലക്ഷം അന്നത്തെ വില വെച്ച് നമ്മൾ നോക്കും. അന്നത്തെ 35 ഇപ്പോഴത്തെ എത്രയോ കോടിയാണെന്ന് വേണേൽ ഇതേക്കാം. കാലത്തിൻ്റെ മാറ്റം അനുസരിച്ചാണ് ഇപ്പം ആർട്ടിസ്റ്റുകൾ പൈസ ചോദിക്കുന്നതും മറ്റെല്ലാ തരത്തിലും സാമ്പത്തികമായിട്ട് പ്രൊഡക്ഷൻ്റെ ഇതെല്ലാം കൂടിപ്പോയി. പക്ഷേ ഇവിടെ വേണ്ടതൊരു പരസ്പരമുള്ള സഹായം കൂടിയാണ്. ഒരു പരാതിയേ എനിക്കുള്ളൂ, ഒരു പഴയ പ്രൊഡ്യൂസർ എന്നുള്ള നിലയ്ക്ക്. ഇപ്പോഴത്തെ പല ചെറുപ്പക്കാരും പുതിയ ആർട്ടിസ്റ്റുകളാണെങ്കിലും അവർ പഴയ പേരുകേട്ട നമുക്ക് നല്ല സിനിമകൾ സമ്മാനിച്ച സംവിധായകർക്ക് ഡേറ്റ് കൊടുക്കുന്നില്ല എന്നൊരു പരാതിയുണ്ട്. ഇന്നും നമ്മുടെ മനസ്സിൽ എന്നും കാത്തു സൂക്ഷിക്കുന്ന കുറേ പടങ്ങൾ നമുക്ക് വെച്ച് തന്ന നല്ല സംവിധായകർക്ക് പുതിയ ആൾക്കാർ ഡേറ്റ് കൊടുക്കാൻ മടിക്കുന്നു എന്നുള്ള അനുഭവം ഉണ്ടാകുന്നു. അത് എനിക്ക് ഇച്ചിരി എതിർപ്പുണ്ട്. അപ്പോൾ പറയും അവർ പഴയ ക്ലാസ്സാണ്. അല്ല, അങ്ങനെയൊന്നുമില്ല. ഈ മനസ്സിലുണ്ടല്ലോ ഇവരുടെയൊക്കെ ഇത്. നല്ലൊരു സ്ക്രിപ്റ്റ് കിട്ടിയാൽ അവർക്ക് അത് ചെയ്യാൻ കഴിവുള്ള ധാരാളം സാധ്യതയുണ്ട്. പിന്നെ ആർട്ടിസ്റ്റുകളുടെ റേറ്റിനെ പറ്റി പറയും. ഞാൻ പറയുന്നത് ആർട്ടിസ്റ്റുകൾ അവരുടെ ജോലിയാണ്. ജോലി ചെയ്യുന്നവർക്ക് അവരുടെ ശമ്പളം ചോദിക്കാം. അത് കൊടുക്കണോ വേണ്ടോ എന്നുള്ളത് പണം മുടക്കുന്നയാൾ തീരുമാനിക്കേണ്ട ആളാണ്. അയാളാണ് തീരുമാനിക്കേണ്ടത്. അത് പക്ഷേ പരസ്പരമായിട്ടുള്ള സംഭാഷണത്തിലും ഒക്കെ ഞാനെടുത്ത പടങ്ങൾ ഏത് കാലഘട്ടത്തിലെടുത്താലും, ഞാനെടുത്തത് ഇപ്പം ലാസ്റ്റ് എടുത്തത് അയാളും ഞാനും തമ്മിലാണ്, ലാൽ ജോസ് ചെയ്തത്. അവിടെ പോലും എല്ലാവരോടും ഞാൻ സംസാരിച്ച് വളരെ ഇതായ രീതിയിൽ ഇവരെല്ലാവരും പെരുമാറുന്നു. ഈ പറഞ്ഞ പോലെ ആ കാലഘട്ടത്തിലാണെങ്കിലും മമ്മൂട്ടിയാണേലും മോഹൻലാലാണെങ്കിലും ഒന്നും ഒരു പിടിവാശിയിൽ ഇതെനിക്ക് ഇത്ര രൂപ എന്നാൽ അഭിനയിക്കുള്ളൂ എന്ന് പറയുകയോ, ഒരു സംവിധായകരും എനിക്ക് ഇത്ര രൂപ വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്തിട്ടില്ല. നമ്മൾ സംസാരിച്ചാൽ ശരിയാകുന്ന കാര്യങ്ങളെ ഇതിലുള്ളൂ. അങ്ങനെ ചിന്തിക്കുന്നയാളാണ് ഞാൻ. നമ്മൾ കടുംപിടുത്തം പിടിക്കുന്നവരുണ്ടായിരിക്കാം, ആർട്ടിസ്റ്റുകളിൽ ഉണ്ടായിരിക്കാം, എനിക്കറിഞ്ഞൂടാ. എനിക്കറിയാം. പക്ഷേ ഞാൻ നേരിട്ട് സംസാരിച്ച് കാര്യം പറയുന്നത് നമുക്ക് ഇത്രയേ തരാൻ പറ്റുള്ളൂ, ഇത്രയാണ് നമ്മുടെ ബഡ്ജറ്റ്, അതിൽ ഒതുങ്ങണം, നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ചെയ്യുക, സഹായിക്കാമെങ്കിൽ ചെയ്യുക, ഇല്ലെങ്കിൽ വേണ്ട. അത് അവരുടെ മനസ്സാണ്. ചോദിക്കുന്നത് അവരുടെ ഇഷ്ടം. അപ്പം ആർട്ടിസ്റ്റുകൾ പൈസ കൂട്ടുന്നു എന്ന് പറയേണ്ട കാര്യമില്ല, കുറയ്ക്കണമെന്നൊക്കെ പറഞ്ഞ് നമ്മളൊക്കെ ഇവിടെ അസോസിയേഷനൊക്കെ പറയാറുണ്ട്, ശരിയാണ്. അങ്ങനെ അല്ല, അത് അവർ ചിന്തിക്കണം. സിനിമ വ്യവസായം മുമ്പോട്ട് പോകണമെങ്കിൽ പരസ്പരം സഹായം വേണം, അല്ലാതെ ഒരിക്കലും മുമ്പോട്ട് ഈ സിനിമ പോകത്തില്ല. ഞാൻ പറഞ്ഞില്ലേ, എല്ലാവരും വിചാരിക്കേണ്ട ഇതേ ഉള്ളൂ, നമ്മളൊക്കെ മനുഷ്യരാണ്. ആ ഒരു ചിന്തയുണ്ടെങ്കിൽ പരസ്പരം സഹായിച്ച് ഈ ഒരു സിനിമ രംഗത്തെ ശരിയാക്കാൻ പറ്റുമെന്നാണ് എൻ്റെ ധാരണ. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ധാരാളം 19 പടങ്ങളും ഡയറക്റ്റ് ചെയ്ത ആൾക്കാരെ എല്ലാവരും എൻ്റെ മനസ്സിലുണ്ട്. ഒന്ന് മീനത്തിൽ താലികെട്ട്. ആ സിനിമ തിയേറ്ററിൽ കാര്യമായിട്ട് അത്ര പോയില്ല, നല്ലൊരു കഥയായിരുന്നു. അത് OTT ചാനലിൽ വന്നപ്പോൾ ഭയങ്കരമായിട്ട് അതിന് കാഴ്ചക്കാരുണ്ട്. അത് സംവിധാനം ചെയ്ത് നമ്മുടെ അന്തരിച്ചു പോയ എൻ്റെ സുഹൃത്ത് രാജൻ ശങ്കരാടിയാണ്. ദിലീപും ഒക്കെ അഭിനയിച്ച പടം. അത് ശരിക്കും പറഞ്ഞാൽ ഇന്നും വളരെ പ്രസക്തമായ ഒരു ഇതാണ്. നല്ല കുറേ പാട്ടുകൾ, നല്ല കുറേ ഔസേപ്പച്ചൻ ഈ പറഞ്ഞ ഞാൻ പറയാൻ മറന്നുപോയിട്ടുണ്ടെന്ന് തോന്നുന്നു. ആകാശദൂതിലെ പാട്ടുകളൊക്കെ ഇന്നും ജനങ്ങളുടെ ഇതിൽ കിടക്കുക. അതുപോലെ അയാളും ഞാനും തമ്മിലെ ആ പാട്ട്, അഴലിൻ്റെ ആഴങ്ങളിൽ, ആകാശദൂലെ രാപ്പാടിക എഴുന്നുവോ, ഈ പാട്ടുകളൊക്കെ ഇന്നും മനസ്സിൽ നിന്ന് പോയിട്ടില്ല. അതുപോലെ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഏറ്റവും കൂടുതൽ പടങ്ങൾ സംഗീത സംവിധാനം ചെയ്തു തന്ന 2 പേര്, ഒന്ന് പിന്നെ ജോൺസണും ഔസേപ്പച്ചനും SP വെങ്കടേഷുമാണ്. എൻ്റെ ആദ്യ ചിത്രത്തിൽ ചെയ്തത് MG രാധാകൃഷ്ണനാണ് കേട്ടോ. അതിനകത്ത് പാട്ടിലൊരു ഹരികഥാകാലക്ഷേപമേ ഉള്ളൂ, പെരുവഴിയമ്പലത്തിൽ. അതൊരു പാട്ടല്ല, നമ്മുടെ MG ശ്രീകുമാറിൻ്റെ ബ്രദർ അങ്ങേരെ സംഗീത സംവിധാനം ചെയ്തത്. പിന്നെ AJ ജോസഫ് ചെയ്തു. പിന്നെയുള്ളത് എനിക്ക് അഭിമാനം എന്ന് പറയുന്നത്, എൻ്റെ മക്കൾ തന്നെ എഴുതിയ സിനിമയ്ക്ക് അതിനൊരു വേഷം ചെയ്ത് തന്നെ എനിക്ക് സ്റ്റേറ്റ് അവാർഡ് ബെസ്റ്റ് ക്യാരക്ടർ ആക്ടർ കിട്ടി. അത് നിർണായകം. ആ നിർണായകം പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ജോസ് എന്ന് പറയുന്ന അങ്ങനെയാണ് അതിൻ്റെ പ്രൊഡ്യൂസർ. അതിനാദ്യം ഒരു പ്രൊഡ്യൂസർ വന്നതാണ്, അവരുടെ അടുത്ത് ഒരു പുതിയ പ്രൊഡ്യൂസർ വന്നു. പക്ഷേ അപ്പം ആ പ്രൊഡ്യൂസർക്ക് ഈ ഞാൻ ചെയ്ത ക്യാരക്ടർ വേറെ ആരെങ്കിലും ചെയ്യണം കാരണം എനിക്കൊരു താരമൂല്യം ഇല്ലാത്ത ആളായതുകൊണ്ട് എന്നെക്കൊണ്ട് ചെയ്യണ്ട എന്ന് പറഞ്ഞായിരുന്നു. പക്ഷേ എൻ്റെ മക്കൾ ബോബിയും സഞ്ജുവും നിർബന്ധമായിട്ട് പറഞ്ഞു, നിർണായകം സിനിമയാകുമെങ്കിൽ ഞങ്ങളുടെ ഫാദറായിരിക്കും ആ അഡ്വക്കേറ്റിൻ്റെ വേഷം ചെയ്യുന്നതെന്ന് പറഞ്ഞു.
അങ്ങനെയാണ് ഞാൻ നിർണായകം ചെയ്തത്. എനിക്കെന്നും മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു കഥാപാത്രമാണ് നിർണായകത്തിലെ. അത് സ്റ്റേറ്റ് അവാർഡ് കിട്ടി. അത് തന്നെയല്ല, എനിക്ക് ഫ്ലവേഴ്സിൻ്റെ അവാർഡ് കിട്ടി, ക്രിട്ടിക്സ് അവാർഡ് കിട്ടി, പല അവാർഡുകളും കിട്ടിയൊരു നല്ലൊരു, അത് അവരുടെ രചനാ വൈഭവം കൊണ്ടും പിന്നെ നമ്മുടെ വി.കെ. പ്രകാശാണ് അത് സംവിധാനം ചെയ്തത്. നല്ല നല്ല സംവിധാന ശൈലിയായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, അപ്പം ഇങ്ങനെ ഉള്ള പല കാര്യങ്ങളിലും ദൈവം നമ്മളെ ഒത്തിരി അനുഗ്രഹിച്ചിട്ടുണ്ട്. മക്കളിൽ കൂടെയാണെങ്കിലും സഹോദരനിൽ കൂടെയാണെങ്കിലും ഭാര്യയിൽ കൂടെയാണെങ്കിലും ഒക്കെ എൻ്റെ കലാ ജീവിതത്തെ അവരൊക്കെ പരിപോഷിപ്പിക്കാൻ ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. അതൊന്നും എനിക്ക് മറക്കാൻ പറ്റത്തില്ല. ഞാൻ ആദ്യം പറഞ്ഞ ചില കാര്യങ്ങൾ ഇപ്പോഴും എൻ്റെ ദുഃഖമായിട്ട് നിൽക്കുകയാണ്. ഇന്ന് ആലോചിക്കുമ്പോൾ നമ്മുടെ കൂടെ വർക്ക് ചെയ്ത എത്രയോ പേര് മൺമറഞ്ഞു പോയിരിക്കുന്നു. ഇത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. പ്രത്യേകിച്ച് സിനിമാക്കാർ ചിന്തിക്കണം. സിനിമ എന്ന് പറയുന്നത് ഇതിനൊരു പരിധിയുണ്ട്. ഇത് കുറേ കാലം കഴിഞ്ഞാൽ ആരും അറിയില്ല. ഓരോരുത്തരും വിട്ടുപോയി കഴിഞ്ഞിട്ടും നമ്മൾ ഇന്ന ദിവസം വെച്ച് ഇത്ര വർഷം മരിച്ചു പോയി എന്ന് പറഞ്ഞു. പക്ഷെ ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം, കലാകാരന് റിട്ടയർമെൻ്റ് ഇല്ല. എനിക്ക് ഇപ്പോൾ ഒരു ഗവൺമെൻറ് ജോലിക്കാരന് റിട്ടയർമെൻ്റ് ഉണ്ട്. എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഓടി വന്നത്, എൻ്റെ ജ്യേഷ്ഠന് ഈ ഒരു ഷുഗറിൻ്റെയൊക്കെ അസുഖമൊക്കെ വന്ന് ജോസ് പ്രകാശിൻ്റെ ഒരു കാല് മുറിച്ച് കളഞ്ഞു. കാല് മുറിച്ച് കളഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് പുള്ളി ICUലാകും, സുഖമില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ് എല്ലാം പറഞ്ഞ് കൂടുതൽ വിഷമമാകും. അപ്പോൾ ഓരോ പ്രാവശ്യം പുള്ളിയെ കാണാൻ ചെല്ലുമ്പോൾ പുള്ളിക്ക് വിഷമമാകും. പുള്ളിയുടെ കണ്ണൊക്കെ നിറയും. ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട്, ഞങ്ങൾ 8 മക്കളിൽ പുള്ളി ഒന്നാമനും ഞാൻ 8ാമനുമാണ്. അപ്പോൾ ഒരു മകനോടുള്ള വാത്സല്യമായിരുന്നു ചേട്ടൻ എന്നോട്. അത്രയ്ക്ക് പ്രായവ്യത്യാസമുണ്ട്. ഒരു മകനെ പോലെ എന്നെ കരുതിയത്. അപ്പം എന്നോടാണ് സിനിമാ കാര്യങ്ങൾ കൂടുതൽ സംസാരിച്ചിട്ടുള്ളത്. കാരണം സിനിമയിൽ പെട്ടിട്ടുള്ള ആളായതുകൊണ്ട്. ഒരു ദിവസം ഞാൻ ഹോസ്പിറ്റലിൽ കാണാൻ ചെല്ലുമ്പോൾ പുള്ളി അന്ന് അഡ്മിറ്റാക്കി, ആദ്യം ICUലായിരുന്നു, പിന്നെ റൂമിൽ വന്നു. അവിടെ വന്ന് ഞാൻ കൂട്ടിരിക്കുമ്പോൾ എന്നോട് ഇങ്ങനെ എൻ്റെ കൈ പിടിച്ചിട്ട് ചോദിച്ചു, എടാ എന്നെ ഇനി ആരും സിനിമയിൽ അഭിനയിക്കാൻ വിളിക്കുകയില്ലായിരിക്കും അല്ലേ? അപ്പം അതൊരു ഭയങ്കര വിഷമമുള്ളൊരു ചോദ്യമാണ്. 350 സിനിമയിൽ അഭിനയിച്ച എൻ്റെ ജ്യേഷ്ഠൻ ചോദിക്കുകയാണ്, എന്നെ ഇനി ആരും സിനിമയിൽ അഭിനയിക്കുക? ഞാൻ ചോദിച്ചാൽ എന്നാ, എടാ എനിക്കൊരു കാലില്ലല്ലോ, ഇനി എന്നെ അങ്ങനെ വിളിക്കുമോ? പറഞ്ഞേ അതൊന്നും അല്ല ചേട്ടാ, അത് വിളിക്കും. എന്തായാലും ആ ഒരു ആഗ്രഹം എൻ്റെ മക്കളിലൂടെ സാധിച്ചു കൊടുത്തു. ട്രാഫിക് എന്ന സിനിമയിൽ ഒരു കാലില്ലാതെ ഇതുപോലെ ഒരു സെറ്റിലിരുന്ന്, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വെച്ച് തന്നെയാണ് ഷൂട്ട് ചെയ്തത്. ആ ഒരു രംഗമുള്ളെങ്കിലും ഇന്നും ട്രാഫിക്കിലെ ഏറ്റവും മഹനീയമായ, ഒരിക്കലും മറക്കാനാവാത്ത ഒരു രംഗമാണ്. അതാണ് ഞാൻ പറഞ്ഞത്, കലാകാരന്മാർക്ക് ഒരു റിട്ടയർമെൻ്റ് ഇല്ല. അവർ അഭിനയിക്കുന്നവർ ജീവിതകാലം മുഴുവൻ അഭിനയിക്കണമെന്ന് ആഗ്രഹിക്കും. അതിൻ്റെ ഏതെല്ലാം തരത്തിൽ പ്രവർത്തിക്കും സംവിധായകർക്ക് അവർക്ക് സംവിധാനം ചെയ്തുകൊണ്ടേയിരിക്കണം. മമ്മൂട്ടിയോട് പറഞ്ഞിട്ടുണ്ട്, എടോ എനിക്ക് 2 ദിവസം ഷൂട്ടിംഗ് ഇല്ലാതിരുന്ന് കഴിഞ്ഞാൽ വലിയ പാടാണ്, അടുത്ത് ചെയ്യണം. കാരണം അതൊരു ത്വരയാണ്. അതായത് ഇതാണ് ഒരു കലാകാരൻ. ഞാൻ പറഞ്ഞത് ഇതേ ഉള്ളൂ. സിനിമയാണ്, ജീവിതമാണ്. ജീവിതത്തിന് ഏറ്റവും വില കൊടുക്കുക, സ്നേഹബന്ധങ്ങൾക്ക് വില കൊടുക്കുക, എല്ലാവരെയും സ്നേഹിക്കുക, ബഹുമാനിക്കുക. മക്കളോട് ഞാനും വൈഫും പറയാറുണ്ട്, നിങ്ങളെഴുതുന്ന സിനിമയിൽ നന്മയുണ്ടായിരിക്കണം. നന്മ എവിടെയെങ്കിലും ഒരു സ്പാർക്ക് നിങ്ങളെഴുതുന്ന കഥയുടെ അംശത്തിലുണ്ടായിരിക്കണം. ഇത് ഞങ്ങളോട് പറയാറുണ്ട്. ഏതായാലും സിനിമ നന്നായി, ഇനിയും സിനിമ വളരും, എല്ലാവരും പുതിയ പുതിയ ആൾക്കാർ വരും, ഒത്തിരി നല്ല ആൾക്കാർ വരുന്നുണ്ട്. എല്ലാ നന്മകളും സിനിമയ്ക്ക് നൽകുകയാണ്, പ്രാർത്ഥിക്കുകയാണ്.